ഹായ് ഗൈസ്, കൃഷിയുടെ പുതിയ വീട്ടിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ വിചാരിക്കണം എന്താണ് എന്റെ കയ്യിലെന്നല്ലേ? ഇതാണെന്നത് വീഡിയോ. ഇന്ന് നമ്മൾ ഈ രണ്ട് സാധനങ്ങൾ പരിചയപ്പെടുത്താൻ പോയാണ്. അതായത് ഞാൻ ഇത് ഫ്ലിപ്കാർട്ടിൽ കാണിച്ച സാധനമാണ്. മാത്രം ക്വാളിറ്റി ഉള്ള ഒരു സാധനം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമുക്ക് ഓരോന്നും തന്നിട്ട് പരിചയപ്പെടാം. ഇതാണ് നമ്മളെ കട്ടിങ്ങിന് ഉപയോഗിക്കുന്ന സാധനം. പിന്നെ ഇത് കണ്ടല്ലോ, ക്വാളിറ്റി കണ്ടല്ലോ നിങ്ങൾ. മെറ്റലിലാണ് വന്നിരിക്കുന്നത്. പിടി കണ്ടല്ലോ, സ്പോഞ്ച് പോലത്തെ സംഭവം വെച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കണ്ട, ഇവിടെ ലോക്ക് ഉണ്ട്. ഈ ലോക്ക് മാറ്റിയാൽ മാത്രമേ ഇത് തുറന്നു വരത്തുള്ളൂ. ഇത് മൂർച്ച നിങ്ങൾ തന്നെ കേട്ടോളൂ. ഭയങ്കര മൂർച്ചയുള്ള സാധനമാണ്. പിന്നെ കൊച്ചു കുട്ടികൾ ആരും ഇത് ഉപയോഗിക്കരുത്. അതാണ് ഏറ്റവും വലിയ ആദ്യമായിട്ട് പറയാനുള്ളത്. ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ മുതിർന്നവരെ ശ്രദ്ധയോടെ വേണം ഇത് ഉപയോഗിക്കാൻ. കാരണം ചെറുതായിട്ട് കയ്യിൽ വന്നു കഴിഞ്ഞാൽ കൈ മുറിയും, നല്ല രീതിയിൽ മുറിയും. നമ്മളെ കൊമ്പുകളും ഇതൊക്കെ മുറിക്കുന്ന സംഭവമാണിത്. അതുകൊണ്ട് തന്നെ കൈ പെട്ടെന്ന് മുറിയും. ഇതാണ് സാധനം. ഇതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ കൂടെ ഞാൻ കൊടുത്തേക്കും കേട്ടോ. അടുത്തതെന്ന് പറഞ്ഞാൽ കണ്ടോ, ഇതാണ് സാധനം. എന്തോന്ന് കണ്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ ബാളെന്ന് പറയും. ഈ ലോക്ക് ഉണ്ട്. ഇവിടെ പിടിച്ചിട്ട് ഇവിടെ കണ്ട, ഈ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇവിടെ പതുക്കെ തുറക്കാൻ പറ്റും. ഇതാണ് സാധനം. ഇത് നമ്മളെ തടികള്, വലിയ വലിയ കൊമ്പുകൾ, അതൊക്കെ മുറിക്കാനായിട്ട് ഉപയോഗിക്കണം. വലിയ തടികളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, ചെറുതായിട്ട്. അതല്ലോ, വലിയ തടി മുറിക്കാനെന്ന് പറഞ്ഞ് ഇത് വാങ്ങിച്ചോണ്ടിരിക്കണ്ട, ഒരു ഉപയോഗമില്ല. ചെറിയ സാധനങ്ങൾ, അതായത് നമ്മളെ ഫ്രൂട്ട്സ് മരങ്ങൾ, പ്ലാവ്, മാവ്, ഇങ്ങനത്തെ മരങ്ങളില്ല. ഒരുപാട് പൊക്ക ഹൈറ്റ് വെക്കാതെ നമുക്ക് ചെറുതായിട്ട് വളർത്തണമെന്നുണ്ടെങ്കിൽ പൊക്കമുള്ള കൊമ്പെല്ലാം വെട്ടി കളഞ്ഞാൽ അതിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ നല്ല മൂർച്ചയുണ്ട് കേട്ടോ, നല്ല മൂർച്ചയുണ്ട്. അതുകൊണ്ട് പിന്നെയും പറയാണ്, കൊച്ചു കുട്ടികളാരും ഇത് ഉപയോഗിക്കുമ്പോൾ മുതിർന്നവരെപ്പോഴും കൂടെ വേണം. അല്ലെങ്കിൽ കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ഉത്തരവാദിയല്ല. കണ്ടല്ലോ. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം. ഇനിയും പുതിയ പുതിയ സാധനങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് പുതിയൊരു വീഡിയോ പറഞ്ഞാൽ തന്നെ കാണാം.